എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബെന്നി ജോസഫ്. അങ്ങനെ 2020 BJP പാർട്ടിയിൽ ലയിച്ചിരിക്കുന്നു, ചേർന്നിരിക്കുന്നു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ 2020 BJPയുമായിട്ടുള്ള ലയനം ഉണ്ടാവും. എൻ്റെ 3 മക്കളാണ്. ഞാൻ ഈ നിമിഷമാണ്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് പത്രസമ്മേളനം നടന്നപ്പോൾ ഗോപകുമാറും, അതായത് BJPയുടെ തോറ്റ MLA ആയിരുന്ന 2020യുടെ വൈസ് പ്രസിഡന്റായ ഗോപകുമാറും പല നാൾ പിണറായി വിജയന്റെ ചന്തി കഴുകി കൊടുത്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ ചെയർമാൻ സാബു എം ജേക്കബും, അദ്ദേഹം തന്നെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, അദ്ദേഹത്തെ കക്കൂസെ കൊണ്ടുപോകുമായിരുന്നു, ടോയ്ലറ്റിൽ കൊണ്ടുപോകുമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണ്. അതിനുശേഷം ഇപ്പോൾ നരേന്ദ്രമോദിയെയും ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും മറ്റേതിനൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. നല്ല കാര്യം. സാബു എം ജേക്കബ് അല്ലെങ്കിൽ 2020 BJPയിൽ ചേർന്നതിൽ ഞാൻ എതിരല്ല. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ മറ്റ് പലരും ഉണ്ട്. ഞാൻ പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അതാണ്, ഞാൻ ഇനി 2020യിലും ഇല്ല, ഒന്നിലും ഇല്ല. എനിക്ക് സമദൂര സിദ്ധാന്തം. ആര് നല്ലത് ചെയ്യും അവരുടെ ഒപ്പം. അത് LDF ആയാലും UDF ആയാലും BJP ആയാലും ആര് നന്മ ചെയ്യുന്നോ അവരുടെ ഒപ്പം ഉണ്ടാവും. അല്ലാണ്ട് അളിഞ്ഞ രാഷ്ട്രീയത്തിൽ, എന്ത് നാണം കെട്ടും സെപ്റ്റി ടാങ്ക് പോലെയുള്ള അളിഞ്ഞ ചെറ്റ രാഷ്ട്രീയത്തിൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞിരുന്നു. എന്നാലും നിരവധി പേർ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും, അമേരിക്ക, ജർമ്മനി, കാനഡ, അങ്ങനെ പല സ്ഥലത്തുനിന്നും എന്നെ വിളിച്ചു ചോദിക്കുകയാണ്, ബെന്നി താങ്കൾ BJPയിൽ ചേർന്നോ, നിങ്ങളെല്ലാം കൂടി സാബുവിനെ BJPയിൽ ചേർത്തോ എന്ന് ചോദിച്ചതിന് എനിക്ക് പറയാനുള്ള മറുപടി, ഞങ്ങളെ എല്ലാവരെയും കൂടി സാബു BJPയിൽ ചേർത്തെന്ന് പറയണായിരിക്കും നല്ലത്. പക്ഷെ അതിൽ ഞാൻ പെടില്ല, പലരും പെടില്ല. എന്നെ സംബന്ധിച്ച് ഇനി ഒരു പാർട്ടിയില്ല. ജനാധിപത്യത്തിൽ സമദൂര സിദ്ധാന്തമാണ്. അന്തസ്സുള്ളവന്, നട്ടലുള്ളവന്, അഭിമാനമുള്ളവന്, നാടിനെ സ്നേഹിക്കുന്ന, രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവർക്ക് ഇന്നത്തെ നിലവിലെ രാഷ്ട്രീയത്തിൽ ഇത്രേ നമുക്ക് പറ്റുള്ളൂ. നന്മ ചെയ്യണവരുടെ കൂടെ നിൽക്കുക. അതുകൊണ്ട് 2020 BJPയിൽ ചേർന്നതിന് ഞാൻ അങ്ങോട്ട് വളരെ ഇതൊന്നും പറയണില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്താണ് ഇവിടെ കാണിക്കുന്നത്? വർഗീയതയല്ലേ, അഴിമതിയല്ലേ, അക്രമമല്ലേ. അപ്പൊ പാർട്ടിയെല്ലാം കണക്കാണ്. അതുകൊണ്ട് സാബു എം ജേക്കബ് BJPയിൽ ചേർന്ന് 2020 BJPയിൽ ചേർന്നതിൽ എനിക്ക് വലിയ കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ അവിടെ ഒരു മുതലാളിത്തം നടന്നു. ഗോപകുമാർ എന്ന് പറഞ്ഞ ആളുടെ ചരടുവലി, BJP MLA സ്ഥാനാർത്ഥിയായി കൊടുങ്ങല്ലൂർ മത്സരിച്ചു തോറ്റ ആ ഗോപകുമാർ പറയുന്നത് കേട്ടെങ്കിൽ അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, BJPയിൽ 2020 ചേർന്നത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇനി ഒരു പാർട്ടിയില്ല. എന്നെ സംബന്ധിച്ച്, ബെന്നി ജോസഫിനെ സംബന്ധിച്ച് ഒരു പാർട്ടിയിലും ഇനിയില്ല. 2020യിലും ഇല്ല, BJPയിലും ഇല്ല, കമ്മ്യൂണിസ്റ്റിലും ഇല്ല, കോൺഗ്രസിലും ഇല്ല. നന്മ ആര് ചെയ്യുന്നോ അവരുടെ ഒപ്പം ഉണ്ടാവും. അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, അല്ലാണ്ട് ഇപ്പോഴല്ല, പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, ഞാൻ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്റെ റെസിഗ്നേഷൻ കൊടുത്തതാണ്. 2020യിലെ ഞാൻ നല്ല രീതിയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വരുമെന്നല്ലാണ്ട് എന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സ്ഥാനം ഞാൻ രാജിവെച്ച ആളാണ്. ദൈവത്തിനാണ് ഞാൻ പറയുകയാണ്, 3 മക്കളാണ് ഞാൻ പറയുകയാണ്, 2020 BJPയിൽ ഇന്ന് ചേർന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി ഞാൻ അതിന് എതിരുമല്ല. ഒരിക്കൽ കൂടി പറയുവാണ്, പിണറായി വിജയനെ LDFന്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇദ്ദേഹം കുറെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി എന്ന് സാബു എം ജേക്കബ് തന്നെ പറഞ്ഞാണ്. ഇനി കുറച്ചുനാൾ അദ്ദേഹം നമ്മുടെ നരേന്ദ്രമോദിനെയും ടോയ്ലറ്റിലും ഒക്കെ കൊണ്ടുപോയി കാലൊക്കെ കഴുകി എന്ത് വേണേലും ചെയ്തോട്ടെ. രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പൊ എന്റെ പച്ചക്ക് പറയുന്ന ഞാൻ, എന്റെ നട്ടലിൽ ഞാൻ പണയം വെച്ചിട്ടില്ല, എന്റെ സത്യസന്ധത ഞാൻ പണയം വെച്ചിട്ടില്ല. ഞാൻ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറല്ല. മനസ്സിലാവണ്ട. അപ്പൊ ഇപ്പോൾ മരിക്കാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ പോലെയാണ് 2020 ഈ BJPയിൽ പോയി ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെ നടക്കട്ടെ. ഇതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം സെപ്റ്റി ടാങ്കിൽ, അതായത് മലം സൂക്ഷിക്കുന്ന ടാങ്കിൽ നമുക്ക് ഇറങ്ങി നിൽക്കാൻ സാധിക്കും. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിൽ നമുക്ക് നിൽക്കാൻ ഇന്ന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കാശ് കിട്ടിയാൽ, സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ, ഭരിക്കാൻ അവസരം കിട്ടിയാൽ എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഞാൻ തീർച്ചയായിട്ടും പറയും, ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത്തെ ചില കച്ചവടങ്ങൾ എന്ന് പറഞ്ഞാൽ, കാശ് കിട്ടാൻ, സ്ഥാനം കിട്ടാൻ വേണ്ടി അമ്മയെയും ഭാര്യയെയും മകളെയും വരെ
വിൽക്കാൻ, ഷോറൂം വെച്ചിട്ട് വിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസവും അങ്ങനെ തന്നെ. ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും IAS ആയാലും IPS ആയാലും നാണവും മാനവും ഇല്ലാതെ കാശുണ്ടാക്കിയാൽ മതി, സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ മതി. ജില്ലാ കളക്ടറോ കമ്മീഷണറോ DGPയോ വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവാൻ എന്തും നാണം കെട്ട് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ബെന്നി ജോസഫിനെ പോലെ ഒരാൾക്ക് രാഷ്ട്രീയം ചേരില്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എനിക്ക് എന്റെ രാഷ്ട്രീയം ഇനി സമദൂര സിദ്ധാന്തമാണ്. ഏതായാലും ജനാധിപത്യ നാട്ടിൽ വോട്ട് ചെയ്തേ പറ്റുള്ളൂ. ജനാധിപത്യ നാട്ടിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിനെ അനുകൂലിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ തീർത്തു പറയുകയാണ്, നിങ്ങളുടെ ബെന്നി ജോസഫ് അല്ലെങ്കിൽ TP ജോസഫ് എന്ന തന്തക്ക് പറഞ്ഞ ബെന്നി ജോസഫ് പറയുകയാണ്, എന്റെ രാഷ്ട്രീയം ആര് ശരി ചെയ്യുന്നു, ആര് നന്മ ചെയ്യുന്നു അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും. അത് BJP എന്നോ 2020 എന്നോ LDF എന്നോ UDF എന്നോ ഒന്നും നോക്കിയിട്ടല്ല. ഏത് പിശാചുക്കളാണെങ്കിലും നന്മ ചെയ്യുന്നവരുടെ കൂടെ ഉണ്ടാവും. ഏതായാലും ഒരിക്കൽ കൂടി പച്ചക്ക് പറയുന്നതിനെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന എല്ലാവരോടും ഞാൻ പറയുവാണ്, സാബു M ജേക്കബ് ഇന്ന് ഗോപകുമാറുമായി, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഗോപകുമാറുമായി, BJPയുടെ തോറ്റ MLAയുമായി തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി ഇന്ന് ഈ ന്യൂസ് ചാനലുകളിൽ വന്നപ്പോൾ മാത്രമാണ് ഈ 2020 BJPയിൽ ലയിക്കുന്നത് ഞാൻ അറിഞ്ഞത്. ആ ലയിച്ചതിൽ എനിക്ക് തെറ്റൊന്നും പറയാനില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് പോവാം. പക്ഷെ ഞങ്ങൾ തീരുമാനിക്കും, ഞാൻ തീരുമാനിക്കും ഞാൻ എവിടെ നിൽക്കണമെന്ന്. എന്റെ കാഴ്ചപ്പാട് നന്മയാണ്. അഴിമതിയില്ലാത്ത ഒരു ഭരണം ആര് ചെയ്താലും, അതിപ്പോ BJPയുടെ കൂടെ നിന്നിട്ട് വർഗീയതയില്ലാതെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനെ തമ്മിൽ തല്ലിക്കാതെ, കക്കാതെ, ഓരോ പദ്ധതികളിലും കൈയിട്ട് വാരി കക്കാതെ, നാട് മുടിക്കാതെ ആര് ഭരിച്ചാലും അവരുടെ കൂടെ ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് കോട്ടയത്ത് നിന്ന് വരുന്ന വഴിക്ക് വാഹനം നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ ന്യൂസിലും ഇതൊക്കെ കേട്ടപ്പോഴാണ് അറിഞ്ഞത്. എന്റെ 3 മക്കളിൽ കൂടുതൽ എനിക്ക് ആരെയും പിടിച്ച് സത്യമൊന്നും ചെയ്യാനില്ല. ഇന്ന് പത്രസമ്മേളനം നടത്തുന്നത് വരെ ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്ന റെയിൻബോ ജോസഫേട്ടന്റെ മകനായ ബെന്നി ജോസഫ് 2020 BJPയിൽ ചേരുന്നത് അറിഞ്ഞിട്ടില്ല. ഇനി അവർക്ക് അവരുടെ വഴി, എനിക്ക് എന്റെ വഴി. ഞാൻ എന്നും നാടിന്റെ, നാട്ടുകാരുടെ നീതിയോടൊപ്പം, നന്മയോടൊപ്പം, സ്നേഹത്തിനും സഹായത്തിനും ഈ നാടിന്റെ നന്മക്ക് വേണ്ടി അഴിമതിമുക്ത ഭാരതത്തിനായി, അഴിമതിമുക്ത കേരളത്തിനായി ഏത് പാർട്ടി നന്മ ചെയ്യുന്നു അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നട്ടെല്ല് പണയപ്പെടുത്തില്ല, അഴിമതിയോടൊപ്പം നിൽക്കില്ല, കൊള്ളരുതായ്മക്കൊപ്പം നിൽക്കില്ല എന്ന് എന്നെ സ്നേഹിക്കുന്നവരോട് ഉറപ്പു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത്, കാരണം എറണാകുളത്തുള്ള മാധ്യമങ്ങളെ എല്ലാവരെയും എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അതും ഇങ്ങനെയുള്ളൊരു എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ 2020 പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകരമായ ഒരു തീരുമാനമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു വ്യവസായിയാണ്. രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ ഈ ഇവിടുത്തെ LDFും UDFും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം മടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ 2020 എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയതും. കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ പാർട്ടി ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തത് 10 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ 14 വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി മാതൃകാപരമായ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഭക്ഷ്യസുരക്ഷ. അതായത് ഇന്ന് നമുക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പിണറായി സർക്കാർ ഭരിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത്. പക്ഷെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ല എന്ന് മാത്രമല്ല, വിലകള് 3-4 ഇരട്ടിയായിട്ട് മാറി എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു സാധാരണക്കാരന്, പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത, ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അപ്പോ ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തില് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാകും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ വളർച്ച കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്
ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടുത്തെ LDFും UDFും കൂടാതെ വെൽഫെയർ പാർട്ടി, PDP, SDPI അങ്ങനെ 25 രാഷ്ട്രീയ പാർട്ടികള് ചേർന്നൊരു സഖ്യമുണ്ടാക്കി, ജനകീയ മുന്നണി. അവരങ്ങനെ 25 പാർട്ടികൾ ഒന്നിച്ചു നിന്ന് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഞങ്ങൾ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം അവര് ഞങ്ങളെ നേരിട്ടത്. അപ്പോ അത് തന്നെ ഈ പ്രസ്ഥാനം എത്രത്തോളം മനുഷ്യരുടെ മനസ്സുകളിൽ, സാധാരണക്കാരുടെ മനസ്സുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അപ്പോൾ ഞങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്ന് തീരുമാനിച്ച് അവര് ഒരേ സ്ഥാനാർത്ഥികളെ ഒരേ ചിഹ്നത്തിൽ, ഇത്തവണ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും LDFും UDFും സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാതിരുന്നത് 2020 മത്സരിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലാണ്. അരിവാൾ ചുറ്റിക ഉണ്ടായിരുന്നില്ല, കൈപ്പത്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ എത്രത്തോളം ലജ്ജാകരമായിട്ട് എത്രത്തോളം അവര് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങളെ 89 സീറ്റുകൾ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന 2 പഞ്ചായത്തുകള് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും പുതുതായിട്ട് 2 പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനും 2 പഞ്ചായത്തുകൾ നിലനിർത്താനും ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളെ സീറ്റുകളുടെ കാര്യത്തിൽ 10% ഉയർച്ച കൊണ്ടുവരാൻ സാധിച്ചു. വോട്ടിംഗ് ശതമാനത്തിൽ ഞങ്ങൾക്ക് 3% കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോ തകർക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് 2020 വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു സംഭവമാണ് ഞങ്ങളെ ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. കാരണം ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങള് എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം, മോഡി സർക്കാരിനോടൊപ്പം, അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. ഈ കേരളത്തില് ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ സാധിക്കില്ല. നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളായിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിന് നമുക്ക് മാറ്റം വരണം. ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ പഴയ കേരളത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടാണ് NDAയുടെ കൂടെ ചേർന്ന് ഇതോടൊപ്പം ആ വികസന കാഴ്ചപ്പാടോടൊപ്പം വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും അതിനൊന്നും ഇപ്പൊ പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോ ഞങ്ങള് ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറിയതിനു ശേഷം 2019 മുതല് 2020 ഇലക്ഷനില്, 2021 24 എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാര് ഞങ്ങളുമായിട്ട് ചർച്ച നടത്താനായിട്ട് വരാറുണ്ട്. അതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ്.